ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് CJP കോക്ക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പം സോഷ്യൽ മീഡിയയിലും BJPയും അതേപോലെ സംഘപരിവാറും ഗവൺമെൻറ്റൊക്കെ പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻകാരാണ്. കഴിഞ്ഞ 5, 6, 10 ദിവസം കൊണ്ട് ഉള്ള പാകിസ്ഥാൻകാരെല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇതിനകത്ത് പ്രശ്നമുണ്ടാക്കുക. മതപരമായ പ്രശ്നമാണ് ഇതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത്, ജാതീയ പ്രശ്നം. കാരണം ഇത് ഹെഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുക ഫൗണ്ടർ എന്ന് പറയുന്നത് അഭിജിത്ത് ദീപ്തെ, അദ്ദേഹം ദളിത. അങ്ങനെ വലിയൊരു സംഭവം നടക്കുകയാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ ചില പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അവർ പറഞ്ഞു ഇത് ഡേഞ്ചറാണ്. അതായത് മോദി ഗവൺമെൻറ്റിൽ ഇന്ത്യക്ക് തന്നെ പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഈ സംഭവം വരുന്നത്. കാരണം നേപ്പാളിലെയും ബംഗ്ലാദേശിനെയും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് ഗ്ലോബലായിട്ട് നടക്കുന്ന ജെൻസി പ്രൊട്ടസ്റ്റിനെ. ഏകദേശം ഇവർക്ക് 2 കോടിയിലധികം ഫോളോവേഴ്സായി. ഗവൺമെൻറ് എല്ലാ രീതിയിലും നോക്കും അതിനെ തകർക്കാൻ. അതിൻ്റെ വെബ്സൈറ്റ് ബാൻ ചെയ്തു, ഇത് എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരുടെ ട്വിറ്റർ പ്ലാറ്റ്ഫോം എക്സ് അക്കൗണ്ട് അത് ഹോൾഡ് ചെയ്ത് അത് മാറ്റി അവരുടെ മറ്റുള്ള അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഈ സംഭവം, അതായത് ഈ ഒരു പ്രഷർ മൂവ്മെൻ്റ് എന്ന് പറയാം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയാം, മറ്റെന്ത് വേണമെങ്കിലും പറയാം, സുപ്രീം കോടതി ഇതിനെപ്പറ്റി ഹർജി വന്നിരുന്നു. മനസ്സിലാക്കുക, ഇത് ഗ്രോ ചെയ്യുകയാണ്, വളരുകയാണ്. BJPയുടെ ഹിന്ദുത്വ മറ്റേത് അത് ഇതെല്ലാം വെച്ച് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത്, ജെൻസി എന്ന് പറയുന്നത്, അവരെപ്പറ്റി ഇപ്പോഴേ ഭരിക്കുന്നവർക്കും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഈ ടോപ്പായിട്ടിരിക്കുന്ന ഇൻ്റലക്ച്വൽസിനും മനസ്സിലാകുന്നില്ല ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന്. അതാണ് എൻ്റെ കാര്യം. ഇത് ഗ്രോ ചെയ്യുക തന്നെയാണ്. ഇതിനെ ഹിറ്റടിച്ചാലും കിറ്റടിച്ചാലും കുറ്റടിച്ചാലും ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഗ്രോ ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ പ്രശ്നം? അതാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുക, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അങ്ങ് എടുക്കുക. അതായത് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഏറ്റവും കൂടുതൽ ജോലി കൊടുത്തിരിക്കുന്നത്, പുതിയതായിട്ട് ജോലി കൊടുത്തിരിക്കുന്നത് സൊമാറ്റോ, സ്വിഗ്ഗി ഇതേപോലെ ഡെലിവറി ആപ്പുകളാണ്. അതേപോലെ ഊബർ, ഓല, ഈ ഡെലിവറി ആപ്പുകൾ, അതായത് പ്രത്യേകിച്ച് സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, മാജിക് പിൻ, ഇതിനകത്തൊക്കെ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ വരുന്ന പയ്യന്മാരുണ്ട് അല്ലെ പെൺകുട്ടികളുണ്ട്. ഇവരോടൊക്കെ സംസാരിക്കണം. കാരണം ഇതൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ആസ് പാർട്ട് ഓഫ് എൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങളോട് ഈ വീഡിയോയുടെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും, +2 ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കും. ഇപ്പം ഗ്രാജുവേറ്റ് +2 ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇവരൊക്കെ വരുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ്, ജസ്റ്റ് മിഡിൽ ക്ലാസ് വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ആ പിള്ളേരും ഉണ്ട്. ഇവരൊക്കെ ഈ പഠിക്കാൻ വേണ്ടി ഇവരുടെ പേരൻസ് ശരിക്കും പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവസാനം ഡേ ആൻഡ് നൈറ്റ് ഇതേപോലെ ആപ്പിന് ഇതേപോലെ ഡെലിവറി പരിപാടിയിലോട്ട് കയറി അങ്ങ് വന്നു. വേറെ ജോലിയില്ല ഇന്ത്യയിൽ. ഇവരുടെ കയ്യിൽ പണമില്ല വിദേശത്ത് പോയി പഠിച്ച് അവിടെ സെറ്റിലാകാൻ. വേറെ വഴിയില്ല. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആപ്പിനകത്ത് ഏകദേശം ഇവർ ഫുൾ ടൈം ഏകദേശം ഇവരുടെ 8 മുതൽ 12 മണിക്കൂർ ജോലി ചെയ്താൽ ഇവർക്ക് 1000, 1100 രൂപ കിട്ടും. ഇവരധികവും ഈ സിറ്റിയിലുള്ളവരെല്ലാം മറ്റു പല ഭാഗത്തു നിന്ന്, ഡൽഹിയിലാണെങ്കിലും പൂനെയിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും മറ്റു പല ഭാഗത്തുള്ളവർ വന്നതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുകയാണ്. കാരണം അവരുടെ നാട്ടിൽ ജോലിയൊന്നുമില്ല. അപ്പം ഇവരെ കൂട്ടമായിട്ട് ഒരു വീടെടുക്കുന്നു, അവിടെ ആൾക്കാർ താമസിക്കുന്നു. പക്ഷേ ഇവരുടെ പേരൻസ്, അതായത് സ്പെൻഡ് ചെയ്ത്, കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇവരുടെ ഒരു പേരൻ്റ് ആണെന്ന് ധരിക്കുക. അങ്ങനെ ധരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമോ, ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് നിങ്ങൾ ഇത്ര സ്പെൻഡ് ചെയ്തിട്ട് മകൻ വീണ്ടും ഒരു ഡ്രൈവർ, കാരണം അവരുടെ ഡ്രൈവറായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ആ ജോലിയായിരുന്നു. ആ പയ്യൻ ഇതേപോലെ അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ബൈക്ക് വെച്ച് ഇതേപോലെ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്, വേറെ വഴിയില്ല. ഇതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇന്ന് ഡിജിറ്റൽ ലോകമാണ്, ലോകം മുഴുവനും അവർക്ക് അറിയാം. ചെറുപ്പക്കാർ ലോകത്ത് ഏത് രീതിയിലാണ് ജീവിക്കുന്നത്.
അവർക്ക് ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്, ആ രാജ്യത്തെ പറ്റി പ്രതീക്ഷയുണ്ട്, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി പ്രതീക്ഷയുണ്ട്. അവർക്ക് ഈ പറയുന്ന ഹിന്ദുത്വ, ചാണകം, പശു ഈ സാധനത്തോടൊന്നും താല്പര്യമില്ല. അവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സെക്യൂർ ആക്കുക. പക്ഷെ ജോലി ഇല്ലാതാവും, വേറെ ജോലിയൊന്നുമില്ല. ആ ഫ്രസ്ട്രേഷനാണ്. അതേപോലെ തന്നെ ഈ ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ ബാങ്കുകളും ഭയങ്കര സ്ട്രെസ്സിലാണ്. അതേപോലെ ഇൻഷുറൻസ് ആണെങ്കിൽ ഈ സെക്ടറിൽ ഭയങ്കര സ്ട്രെസ്സിലാണ്. കാരണം എല്ലാവർക്കും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് പല ഇന്ത്യക്കാരോടും പറഞ്ഞ് അത് ഓപ്പൺ ചെയ്യും, ഇത് ഓപ്പൺ ചെയ്യും, ഫ്രീ വീസ് കൊടുക്കുന്നു, ആ ഭാഗത്ത് കൊടുക്കുന്നു, ഈ ഭാഗത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ടാർഗറ്റ് വന്നു കഴിയുമ്പം വലിയൊരു ശതമാനം ആൾക്കാർ സ്ട്രെസ് കൊണ്ട് ജോലി റിസൈൻ ചെയ്യും. എന്നിട്ട് ഈ ഡെലിവറിയിലോട്ടങ്ങ് പോകും. അല്ല, വേറെ വഴിയൊന്നുമില്ല. ഇത്ര സ്ട്രെസ് കേട്ട് ഇവരൊന്നും ഈ പറയുന്ന ഹ്യൂമനോയിഡ്, അതായത് യന്ത്ര മനുഷ്യല്ല, മനുഷ്യനാണ്. ഇത്രയും പല ആൾക്കാർക്ക് ഇത്ര സ്ട്രെസ്സിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ജോലി ഇവിടുന്ന് വേറെ എന്തെങ്കിലും നോക്കുന്നു. അതേപോലെ ഞാനൊരു കഥ കൂടെ പറയാം. അതായത് ഞാൻ താമസിക്കുക ഡൽഹി ദ്വാരകയിലാണ്. എൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ പാലം കോളനി. അതായത് നിങ്ങൾ പാലം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ പാലം എയർപോർട്ടെന്ന് ഇപ്പോഴും പറയുന്ന ആൾക്കാർ. ഇതിനകത്ത് ഈ പാലം കോളനിയിൽ ഏകദേശം 200-250 ഏവിയേഷൻ സ്കൂളും, അതായത് പൈലറ്റുമാരുടെ ട്രെയിനിങ്ങും പരിപാടികളൊക്കെ 250-300 ഉണ്ട്. ചെറുപ്പക്കാർ മുഴുവൻ അതിൻ്റെ അകത്ത്. അപ്പം അവിടെ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞിടയ്ക്ക് അടച്ചുപോയി. കാരണം കുട്ടികളെ കിട്ടാനില്ല. കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രി ഏറ്റവും മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഒരു തെളിവും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. 8,000 പേരോളം ഈ പറയുന്ന ഡൽഹിയിലെ എയർപോർട്ടിൽ ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3 വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഗോ എയർ, സ്പൈസ് ജെറ്റ് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്ത്, അതിനെപ്പറ്റി കഥ പറയാം. എയർ ഇന്ത്യ ഇവരൊക്കെ ആൾക്കാരെ ലേ ഓഫ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. ഇവർക്കെല്ലാം കോൾ സെൻറ്റേഴ്സ് ഉണ്ട്. പണ്ട് ഇവരുടെ കോൾ സെൻറ്റേഴ്സിൽ ഒരു 80-90 പേര് 100 പേര് ജോലി ചെയ്തപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞപ്പം അവർക്ക് 10-20 പേരെ മതി. ഇത് അവിടെ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ കോൾ സെൻറ്റേഴ്സിലും മാൻ പവർ അങ്ങ് റെഡ്യൂസ് ചെയ്തു. നിങ്ങളിപ്പം അവരുടെ വെബ്സൈറ്റിൽ കയറി, ആദ്യം ആപ്പിൽ കയറി ചോദിക്കും, മുഴുവനും AI ആണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്, നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. പിന്നീടാണ് എക്സ്പേർട്ട് ഒരാൾ വരുന്നത്. അവിടെയും ജോലി പോയി. എന്താണ് ഈ സ്പൈസ് ജെറ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത്? നിങ്ങൾ സ്പൈസ് ജെറ്റ് കാണുമ്പോൾ നോക്കണം. കാരണം പഴയ സ്പൈസ് ജെറ്റ് എയർക്രാഫ്റ്റ് അല്ല, ടർക്കിയിൽ നിന്നും പോളണ്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന എയർക്രാഫ്റ്റ്. അതിൻ്റെ 2 പൈലറ്റുമാർ, ഒരു എയർക്രാഫ്റ്റ് എടുക്കും, അതിൻ്റെ 4 പൈലറ്റ് കാണും. റിസർവായിട്ട് 2 പൈലറ്റ് ഫ്ലൈ ചെയ്യുന്നവരുണ്ട്. ഇത് 2 പേരും ടർക്കിക്കാരനോ പോളണ്ടുകാരനോ വിദേശിയാണ്. അതിനകത്ത് ക്യാബിൻ ക്രൂ 2 പേര് വിദേശിയാണ്, ബാക്കി 2-3 പേര് ഇന്ത്യക്കാർ. ഗ്രൗണ്ടിൽ ഒരു എയർക്രാഫ്റ്റ് പോകുമ്പോൾ അതിൻ്റെ എഞ്ചിനീയേഴ്സ് വരെ ഫോറിനേഴ്സാണ്. പിന്നെ ഇവിടെ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്നത്. അബ്സല്യൂട്ട്ലി ഞാനൊരു കാര്യം പറയാം, ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടില്ല ജൻസിയെ പറ്റി. അതാണ് അതിൻ്റെ കാര്യം. അതായത് ചെറുപ്പക്കാർക്ക് ജോലിയില്ല, ഫ്രസ്ട്രേഷൻ അങ്ങ് ഹൈ ആയി. ഏറ്റവും കൂടുതൽ ചില ആൾക്കാരുടെ സ്റ്റഡീസ് പറയുന്ന ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ കഞ്ചാവ്. അപ്പോൾ ഫ്രസ്ട്രേഷൻ കൊണ്ട് വേറെ വഴിയൊന്നുമില്ല. എന്ത് ചെയ്യും? ഫാമിലിയോ, അതായത് പേരൻസിനോട് എന്ത് പറയും? എല്ലാ റെസ്പോൺസിബിൾ പേരൻസ്. ആ പേരൻസ് ആണെങ്കിലോ ഈ പയ്യൻ പഠിച്ച് മകളോ പയ്യനോ പഠിച്ചൊക്കെ വന്ന് അവനൊരു നല്ല ജോലി കിട്ടി, അപ്പോൾ അവർ സെറ്റിലായി. കാരണം ഈ പറയുന്ന പേരൻസിൻ്റെ ലൈഫ് മുഴുവനും ഈ പിള്ളേരെ വളർത്താൻ വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഇഷ്യൂ. പിന്നെ ഈ ചെറുപ്പക്കാരെവിടെ പോയി ജോയിൻ ചെയ്യുന്നത്? അതേപോലെ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, ഒരു ഒന്നിനും കൊള്ളാത്തവനായി മാറി. അതതിൻ്റെ കാര്യം. നാച്ചുറലായിട്ടുണ്ടാകുന്ന കോഴ്സാണ് ഇതേപോലെയുള്ള ജെൻസി പാർട്ടികൾ, പാർട്ടികൾ മേർജ് ചെയ്യുക എന്നുള്ളത്. അതിനെ ഒതുക്കാനൊന്നും നരേന്ദ്രമോദിക്കും ഇന്ത്യയുടെ ഈ പറയുന്ന ഏജൻസികൾക്കും BJPയുടെ പല കഥാപാത്രങ്ങൾക്കും നടക്കുന്ന സംഭവമല്ല. ഇത് ഇന്ത്യയുടെ പാൻ ഇന്ത്യയായിട്ട് കയറി അങ്ങ് പിടിക്കുക. അതുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ സിലിഗുരി പോയി കഴിഞ്ഞപ്പം, ഗാങ്ടോക്കിൽ ഇപ്പോൾ സിലിഗുരി ഒരു ദിവസം താമസിച്ചു. അപ്പം ഞാനവിടെ കുറച്ച് ചെറുപ്പക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം, അതായത്
വല്ലാത്ത ഫ്രസ്ട്രേഷനിലാണ്. കാരണം അവർക്ക് ജോലിയില്ല. ജോലിയില്ലാതെ എത്ര നാൾ മുന്നോട്ട് പോകും? ഈ പറയുന്ന 1000 രൂപ, അവർ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണം. 1000 രൂപ കൊണ്ട് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ലൈഫ് വല്ലാത്ത ഡീറെയിൽ ചെയ്തങ്ങ് പോവുക. അവരെക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്ലാറ്റ്ഫോമില്ല, ജോലിയില്ല, പ്രതീക്ഷയില്ലാതായി. ഈ രീതിയിലോട്ടാണ് ഇന്ത്യ മാറിയത്. അതിൻ്റെ കാരണം മനസ്സിലാക്കണം, ഡേറ്റ അനുസരിച്ച് ഓരോ വർഷം ഇത്ര കോടി ആൾക്കാർ ഇന്ത്യയിൽ പുതിയ ജോലിക്കായിട്ട് വരികയാണ്. എന്താണ് ഗവൺമെൻറ് ചെയ്ത മണ്ടത്തരം എന്ന് പറയുന്നത്? അഗ്നിപത്ത്. അതായത് സൈന്യത്തിൽ ഇത്രയും ചെറുപ്പക്കാർ പോകും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അടുത്ത സമയത്ത് സൈന്യത്തിൽ പോകാൻ വേണ്ടി ചെറുപ്പക്കാർ തള്ളുണ്ടാക്കുന്നത്? ആ പരിപാടി അങ്ങ് മാറി. ആർമിയുടെ വലിയ റാലിയും റിക്രൂട്ട്മെൻറ്റും ഇല്ലാതായി. കാരണം അവർ പറയുന്നത് അവരുടെ 4 വർഷം കൊണ്ട് ഈ പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ ഇത് കിട്ടുന്നത്? അതായത് ചെറുപ്പത്തിലെ അവരൊരു അൺഎംപ്ലോയ് ആയി 4 വർഷം കഴിയുമ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഇല്ലാതായി. അതായത് അഗ്നിപത്ത് വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഗ്രാജുവൽ പ്രോസസ്സാണ് ഇത് ചെയ്യേണ്ടത്. അഗ്നിപത്ത്, അതായത് പട്ടാളത്തിൽ ജോലിയില്ലായ്മ, അത് വലിയ സംഭവമാണ് ഇന്ത്യയിൽ. കാരണം ഇന്ത്യൻ പട്ടാളവും അതേപോലെ പാരാമിലിറ്ററി ആൾക്കാരെ ഭയങ്കരമായിട്ട് കുറച്ചു. അപ്പം അവിടെ ഇല്ലാതെ പോകുന്നു. റെയിൽവേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുക്കുന്ന PSU ആണ്, അവിടെ ജോലി ഇല്ലാതാകുന്നു. അതായത് മോദി ഗവൺമെൻറ് പല PSUകളും വിറ്റു, പല PSUകളും ആൾക്കാരെ കുറച്ചു, മാൻ പവർ റെഡ്യൂസ് ചെയ്തു. മനസ്സിലാക്കുക, ഇന്ത്യയുടെ MSME സെക്ടർ അത് മുഴുവനും, അതായത് ഡൽഹി, നോയിഡ, ഗുഡ്ഗാവ് എന്ന് പറയുന്ന മുഴുവനും, കാരണം ഈ എക്സ്പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ പരിപാടികൾ. വലിയൊരു ശതമാനം ഇതങ്ങ് നിർത്തി. അവിടെയും ജോലി ഇല്ലാതായി. കോൾ സെൻറ്റേഴ്സ് 12,000, 13,000 രൂപ ജോലി ചെയ്യാൻ പോകുന്ന പിള്ളേർ, അവിടെയും ജോലി ഇല്ലാതായി. 100 പേരെ പിന്നെ 10 പേരിലോട്ട് മാറി. പിന്നെ ഈ ചെറുപ്പക്കാർക്ക് എന്താണ് പ്രതീക്ഷ? ഇതിനെപ്പറ്റി മോദി ഗവൺമെൻറ് മിണ്ടുന്നില്ല. എന്ത് ചെയ്യും? ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. മുഴുവനും മോദിയത്വം മുംകിന് നോൺസെൻസ് ആയിട്ടുള്ള പരസ്യങ്ങളും ഈ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് ഇന്ത്യയെ അറിഞ്ഞൊരു പ്രധാനമന്ത്രിയല്ല ഇന്ത്യ ഭരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് പാർട്ടി ജൈൻറ്റ് പാർട്ടിയായിട്ട് അമേർജ് ചെയ്യുകയാണ് ഇന്ത്യ. അതായത് മനസ്സിലാക്കുക, മോദിക്കും BJPക്കും ഈ പറയുന്ന ഹിന്ദുത്വ ഗ്രൂപ്പിനും ഇതൊരു ഭീഷണി തന്നെയാണ്. അവർ തന്നെയായിരിക്കും ഇന്ത്യ എമേർജ് ചെയ്തിട്ട് ഇന്ത്യ റൂൾ ചെയ്യാൻ പോകുന്നത്. ഒരു സംശയവുമില്ല. കാരണം അവരെ തടഞ്ഞു നിർത്താൻ ഒരു പുല്ലന്മാരെ കൊണ്ടും പറ്റത്തില്ല. അത്ര രീതിയിലാണ് അത് എമേർജ് ചെയ്യുന്നത്. നോക്കുക, H1B വിസ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, കഴിഞ്ഞ 2 മാസമായിട്ട് 60,000 ഇന്ത്യക്കാരുടെ ജോലിയാണ് പോയിരിക്കുന്നത് അമേരിക്കയിൽ. VFSൻ്റെ പുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്, അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് വരുന്ന ഇന്ത്യൻ എക്സ്പ്രസിനകത്ത്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ VFSൽ ഈ കോട്ട ഇൻ്റർവ്യൂ ഒക്കെ പൈസ കൊടുത്ത് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി 10-29 യൂറോപ്പിൻ്റെ ഷെങ്കൻ വിസ കിട്ടും. എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇനി അടുത്ത വലിയ സംഭവം ഉണ്ടാകാൻ പോവുകയാണ്. മനസ്സിലാക്കുക, ഇന്ത്യയുടെ എക്കോണമി മോശമാകുന്നു, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലോട്ട് പോകുമ്പോൾ അവനും ചിന്തിക്കും ഇത് മാറേണ്ടത് ആവശ്യമാണ്. ഒരു 2 ടേമിൽ കൂടുതൽ ഒരാൾ പ്രധാനമന്ത്രിയാകാൻ പാടില്ല. അഹങ്കാരം തലയ്ക്കകത്ത് കയറും. ഇതാണ് ഉണ്ടായത്. എന്നിട്ട് ഈ പറയുന്ന സാധനങ്ങൾക്കെല്ലാം തീ വിലയാണ്. ഒരു 10,000 രൂപ 12,000 രൂപ സാലറി മേടിക്കുന്ന ഒരാൾക്ക്, അതൊരു ചെറുപ്പക്കാരന്, ഈ സാധനങ്ങളുടെ വില എങ്ങനെ ജീവിക്കും? ഇത്രമാത്രമാണ് കൂടിയിരിക്കുന്നത്. ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ല ഗവൺമെൻറ്റിന്. ഇവിടെയാണ് പാർട്ടിയാണെങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടിയാണെങ്കിലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു മാറ്റമുണ്ടാകട്ടെ. ആ മാറ്റത്തിൽ ഒലിച്ചു പോകാൻ പോകുന്നത് മോദിയും BJPയും ഇന്ത്യയിലെ ഹിന്ദുത്വ RSS ഐഡിയോളജി അവരുടെ പേടി ഇതങ്ങ് തീർക്കും. അത് ഇന്ത്യക്ക് ആവശ്യമാണ് ഇന്നത്തെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ശശി തരൂരാണെങ്കിലും മറ്റുള്ള ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് ആണെങ്കിലും ഇന്ത്യയുടെ പല ഇൻ്റലക്ച്വൽസും പറയുന്നത് ഇത് ഇന്ത്യക്ക് ആവശ്യമാണ്. കാരണം വല്ലാത്ത രീതിയിൽ മോശമായ രീതിയിലാണ് ഇന്ത്യ ഭരിക്കുന്നവർ കൊണ്ടുപോകുന്നത്. ഒരു പ്രതീക്ഷയില്ലാത്ത ചെറുപ്പക്കാർ എന്താണ് വലിയ ചിന്തിക്കുന്നത്?
അതായത് മാറ്റം ആവശ്യമാണ്. ആ മാറ്റം തന്നെയാണ് CJP. അത് തളർന്നിട്ടില്ല. ഗവൺമെൻറ് അതിനെ ബാൻ ചെയ്താലും എന്ത് ചെയ്താലും എമേർജ് ചെയ്യുമ്പോൾ പിന്നെ അടിച്ച് തലയടിച്ച് പൊളിക്കും. അത് തന്നെ ഉണ്ടാകാൻ പോകുന്നത്. അതുതന്നെയാണ് നേപ്പാളിലുണ്ടായത്. അവിടെ ചെയ്യുന്നു. അത് 100ഓളം പേരെ വെടിവെച്ച് കൊല്ലുന്നു. അവർ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ തുടങ്ങുന്നു. അടിച്ചമർത്താൻ നോക്കി. അതായത് ഗവൺമെൻറ് എല്ലാ രീതിയിലും നോക്കി. അവസാനം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന അവിടുത്തെ മീഡിയ, അതായത് ഇന്ത്യയിലെ ഗോധി മീഡിയ, അതേപോലെ അവിടുത്തെ മീഡിയ അവർ എടുത്ത് ദൂരെ കളഞ്ഞു, ചവിട്ടിയിട്ട് ദൂരെ കളഞ്ഞു. അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുമായി അവിടെ റൂൾ ചെയ്യുന്നവർ ഓഡിയോ ഓട്ടം നിങ്ങൾ വിഷ്വൽസ് കണ്ടു കാണും. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ സംഭവിക്കണമെന്ന് എനിക്ക് ഒരു ശതമാനം പോലും ആഗ്രഹമില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നല്ല രീതിയിൽ പോകണം എന്ന് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനകത്ത് ഹിന്ദുത്വം മണ്ണാങ്കട്ടയോ ഒന്നുമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം തന്നെയാണ് ഏറ്റവും വലുത്. അല്ല ജാടയും വേലയും കാണിച്ച് നടക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇമേജ് ബിൽഡ് ചെയ്യുന്നൊരു പ്രധാനമന്ത്രി, ലോകം മുഴുവനും കറങ്ങി നടക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യക്ക് ഒരു കുന്തവും അയാളെ കൊണ്ടില്ല. മുഴുവനും ജാടയും വേലയും നമ്പരും മാത്രം കാണിക്കുന്നു. അങ്ങനെയുള്ളൊരു ഭരണത്തിലിരുന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നാശത്തിൽ നിന്നും നാശത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ പ്രതിഷേധമുണ്ടാകണം, ഇവിടെ പ്രഷർ ഗ്രൂപ്പ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇന്ത്യയിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതിനൊരു എമേർജിങ് ആയിട്ടുള്ള ന്യൂ ജെന്നിൻ്റെ ഒരു ഫോർമേഷൻ സർജിങ് തന്നെയാണ് CJP. അവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു.